അടൂർ മണിയൂർ അർപ്പണ ട്രസ്റ്റിന്റെയും ആദൂർ ശിശുമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 40 കുട്ടികളാണ് 10 നാൾ നീണ്ടുനിന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മൊബൈൽ ഫോണിന്റെയും ലഹരിയുടെയും പിടിയിലേക്ക് വഴുതിപ്പോകുന്ന ഇളം തലമുറയെ ആരോഗ്യദായകമായ ശീലങ്ങളിലേക്കും ക്രിയാത്മകമായ കാര്യങ്ങളിലേക്കും നന്മയിലേക്കും ഒരുമയിലേക്കുമെല്ലാം വഴി നടത്താനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അടൂർ മണിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർപ്പണ ട്രസ്റ്റും ആദൂരിലെ ശിശുമൈത്രി പോലീസും കൈകോർത്ത് കുട്ടികൾക്ക് വേണ്ടി അവധിക്കാല നീന്തൽ പരിശീലനത്തിന് അവസരമൊരുക്കിയത്. കുണ്ടാർ പയസിനിപ്പുഴയിലെ കടവായിരുന്നു പരിശീലനക്കളരി. ദേലമ്പാടി പഞ്ചായത്തിലെയും കാരടക്ക പഞ്ചായത്തിലെയും കുടുംബങ്ങളിൽപ്പെട്ട ഈ ഭാഗത്തെ 40ഓളം വരുന്ന കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നീന്തൽ വിദഗ്ധരായ ഉടുപ്പിയിലെ അനിൽകുമാറും കുറ്റിക്കോലിലെ ശശിധരനുമാണ് 10 ദിവസത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ക്യാമ്പിന്റെ സമാപന പരിപാടി വാർഡ് മെമ്പർ CN നിഷ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് നീന്തൽ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ സ്കൂളിലും മറ്റും പോകുമ്പോൾ ഈ തൂക്കുപാലത്തിലൂടെ നടന്നുകൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ തനിക്കോ തൻ്റെ കൂട്ടുകാർക്കോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നീന്തൽ പഠിച്ചെന്ന് വെച്ചിട്ട് നാളെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വീട്ടുകാരെയും മറ്റും അറിയിച്ചുകൊണ്ട് വേണം ഇനിയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഇനി അർപ്പണ ട്രസ്റ്റിന് ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ തമ്പാൻ, കുറ്റിക്കോൽ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ അജ്മൽ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. പ്രകാശ് മാസ്റ്റർ, പ്രമോദ് വെള്ളച്ചേരി, കൊറകനായിക്ക് തുടങ്ങിയവരും സംബന്ധിച്ചു. പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലഘുഭക്ഷണം നൽകിയും ബോട്ട് യാത്രയ്ക്ക് അവസരമൊരുക്കിയുമായിരുന്നു ക്യാമ്പിന്റെ സമാപനം. സ്വന്തം നിലയിൽ ആംബുലൻസ് സർവീസും അതോടൊപ്പം തന്നെ നിരവധിയായ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്നും ട്രസ്റ്റ് ചെയർമാൻ വിവേക് അടൂർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ.